വള്ളിക്കാവിലമ്മ എന്നറിയപ്പെടുന്ന അമൃതാനന്ദമയി ദേവി. അമ്മയുടെ ജന്മദിനത്തിന് അമൃതപുരി ഒരുങ്ങിക്കഴിഞ്ഞു. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാമത് ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങി അമൃതപുരി. ജന്മദിനമായ സെപ്റ്റംബർ 27 രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശേഷം ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവ നടക്കും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന, സംഗീതാർച്ചന തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. അമൃതാനന്ദമയി മഠം ഏർപ്പെടുത്തിയ അമൃതകീർത്തി പുരസ്കാരം വേദിയിൽ വിതരണം ചെയ്യും. നിർധനരായ യുവതീ-യുവാക്കളുടെ സാമൂഹ്യ വിവാഹവും ആശ്രമത്തിലെ പുതിയ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം എന്നിവ നടക്കും. അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ശ്രമദാന പരിപാടികൾക്കുമാണ് ഇത്തവണ ആശ്രമം തുടക്കമിട്ടിരിക്കുന്നത്. 300 നിർധനരായ ആളുകൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ചെയ്തു നൽകും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ഹൃദയ ക്യാമ്പ് കൊച്ചി അമൃത ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തിൽ മാതാ അമൃതാനന്ദമയി മഠം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ രചന, ചിത്രരചന, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. നിർധനരായ 50-ലധികം യുവതീ-യുവാക്കൾക്കായി സമൂഹ വിവാഹം നടത്തും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയുള്ള എല്ലാ ചെലവുകളും മഠം വഹിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അമ്മ സമർപ്പണത്തിൻ്റെ പാതയിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദമോ ബലപ്രയോഗമോ ഗുരുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. സദ്ഗുരു എന്നാൽ കേവലം ഒരു സാന്നിധ്യം മാത്രമാണ്. അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അമ്മയുടെ ജീവിതം ഒരു പ്രവാഹമാണ്. നദിയുടെ ഒഴുക്ക് പോലെ ശിഷ്യനിൽ നിത്യാനിത്യ ബോധം വളരാനും സ്വന്തം ദുർബലതകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഗുരു സൃഷ്ടിക്കും. ജിജ്ഞാസുവായ ശിഷ്യനിൽ ആ വക തിരിച്ചറിവുണ്ടാവുന്നതുവരെ ഗുരു ക്ഷമയോടെ കാത്തിരിക്കും. ശിഷ്യൻ്റെ മനസ്സറിഞ്ഞ് അവനെ ക്ഷമയോടും കാരുണ്യത്തോടും പരിഗണിച്ചാണ് യഥാർത്ഥ ഗുരു മാർഗദർശനം നൽകുന്നത്. ഗുരുവിൻ്റെ പരിശുദ്ധിയും മാതൃഭാവവുമാണ് ഗുരുവിലേക്ക് അടുപ്പിക്കുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വിശ്വാസികളും ആശ്രമ മഠങ്ങളുമുള്ള അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഗവർണർമാർ, സിനിമാ ലോകത്തുള്ള ഏവരും ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ നാനാ തുറകളിലുമുള്ള ആൾക്കാർ വന്നു പോകുന്നു. അതോടൊപ്പം അമ്മയ്ക്ക് എൻ്റെ ജന്മദിന ആശംസകൾ നേരുന്നു.